കണ്ണൂർ ശ്രീകണ്ഠാപുരം വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞു. നിരവധി കുട്ടികൾക്ക് പരിക്ക് എന്നതാണ് ഇപ്പോൾ വരുന്ന വിവരം. ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ്. കുറുമാത്തൂർ ചിന്മയ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ തുറന്ന ദിവസമാണ് അവധി കഴിഞ്ഞത്. അതെ, ഫെലിക്സ് കൂടുതൽ വിവരങ്ങൾ നൽകും. ഫെലിക്സ്, ഇതെങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോ ബസ്സിൽ? ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ. സ്കൂൾ വിട്ട് കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഈ സ്കൂൾ ബസ് മറിഞ്ഞുള്ള അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ ശ്രീകണ്ഠാപുരം വളക്കയിൽ ഒരു ചെറിയ റോഡാണ്. സർവീസ് റോഡിൽ നിന്നും മെയിൻ ഹൈവേയിലേക്ക്, സംസ്ഥാന പാതയിലേക്ക് ബസ് വരുന്ന സമയത്താണ് ഈ റോഡ് ഒരു തിട്ടിന് മുകളിലാണ്. ആ തിട്ടിന് മുകളിൽ നിന്ന് ബസ് താഴേക്ക് പതിച്ചത്. ഒരു വലിയ ആഴ്ചയില്ലെങ്കിൽ കൂടി ബസ് മറിഞ്ഞപ്പോൾ കുട്ടികൾ, ഏതാണ്ട് 15ഓളം കുട്ടികൾ ബസ്സിനുള്ളിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരു കുട്ടി ബസ്സിന് അടിയിൽ പെട്ടുപോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കുട്ടിയുടെ പരിക്ക് അതീവ ഗുരുതരം എന്നതാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുട്ടികളെ, പരിക്കേറ്റ കുട്ടികളെയൊക്കെ തന്നെ തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു കുട്ടിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും ഈ കുറുമാത്തൂർ ചിന്മയ വിദ്യാലയ സ്കൂളിന്റെ ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഏതായാലും ബസ്സിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ഒപ്പം തന്നെ ഈ കുട്ടികൾ തെറിച്ച് റോഡിലേക്ക് വീഴുകയും ചെയ്തു. സമീപത്ത് സംസ്ഥാന പാതയാണ്. അപ്പോൾ സമീപത്തുള്ള ആളുകളൊക്കെ ഓടിച്ചെന്ന് ഈ കുട്ടികളെ വളരെ വേഗം ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ തന്നെ സാധിച്ചു. പക്ഷെ ഈ പറയുന്ന ഒരു കുട്ടിയാണ് ബസ്സിന് അടിയിൽ പെട്ടുപോയത്. ആ കുട്ടിയുടെ പരിക്കാണ് ഇപ്പോൾ സാരമായി ഉള്ളത്. ഈ റോഡ്, അതായത് ഒരു സർവീസ് റോഡ് പോലത്തെ റോഡാണ്. ആ റോഡ് മെയിൻ ഹൈവേയിലേക്ക് എത്തുന്ന സ്ഥലത്താണ് ഈ അപകടം നടന്നത്. അവിടെ കൈവരികളൊന്നുമില്ല. ഒരു തിട്ടാണ്. തിട്ടിന്റെ പുറത്താണ്, ഈ മുകളിലാണ് ഈ റോഡുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ബസ് ഒരു ടയർ, ഒരു വശം ഈ തിട്ടിന് പുറത്തേക്ക് പോവുകയും അങ്ങനെയാണ് ഈ മെയിൻ ഹൈവേയിലേക്ക് ഈ ബസ് മറിയുകയും ചെയ്തത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ആ ദൃശ്യങ്ങളുണ്ട്. റോഡിന് കൈവരിയൊന്നുമില്ല. ഒരു ചെറിയ പ്രദേശമാണ്. പ്രധാനപ്പെട്ട റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. വാഹനം അല്പം സൈഡിലേക്ക് മാറിയാൽ മറിഞ്ഞു പോകുന്ന സ്ഥിതിയാണ് അവിടെയുള്ളത്. സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് ദുഃഖകരം. ഒരു കുഞ്ഞിൻ്റെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് ഫെലിക്സ് നൽകുന്ന വിവരം. ഫെലിക്സ്, മറ്റു കുട്ടികളുടെ അവസ്ഥ എങ്ങനെയാണ്? ഈ ബസ് മറിഞ്ഞപ്പോൾ തെറിച്ചു വീണുവെന്നാണല്ലോ അവിടെയുള്ള ആളുകൾ ഫെലിക്സിനോട് പറയുന്നത്. അവരുടെ സ്ഥിതി എങ്ങനെയാണ്? മറ്റു കുട്ടികളുടെ പരിക്ക് അത്ര സാരമുള്ളതല്ല. ഈ ഒരു കുട്ടിയാണ്, അതായത് ബസ്സിന് അടിയിൽ പെട്ടുപോയ ഒരു കുട്ടിയെ വളരെ പണിപ്പെട്ടാണ് ബസ്സിൽ നിന്നും ബസ്സിന് അടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. അതുകൊണ്ടാണ് ആ കുട്ടിയുടെ നില അതീവ ഗുരുതരം ആയിട്ടുള്ളത്. ബാക്കിയുള്ള കുട്ടികളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൈക്കും കാലിനും ഒക്കെ മുറിവേറ്റ കുട്ടികളുണ്ട്. അവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഈ റോഡിന്റെ ഒരു അശാസ്ത്രീയത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അപകടത്തിന് കാരണമായി പറയുന്നത്. കാരണം ഒരു കൈവരികളൊന്നുമില്ലാത്ത റോഡാണ്. ആ തെറ്റിൽ നിന്നും ഒന്ന് അല്പം മാറിയാൽ ഈ റോഡിലേക്ക് വാഹനം പതിക്കുന്ന ഒരു സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. അങ്ങനെയാണ് ഈ അപകടവും സംഭവിച്ചത്. കുട്ടികളെ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടം. അതുകൊണ്ട് കുറേയധികം കുട്ടികളെ ബസ്സിൽ നിന്നും ഇറക്കിയിരുന്നു. 15ഓളം കുട്ടികളാണ് ആ സമയത്ത് ബസ്സിൽ ഉണ്ടായിരുന്നത്. അവരാണ് ബസ് മറിഞ്ഞ് ഈ കുട്ടികളൊക്കെ തന്നെ ഈ റോഡിലേക്ക് തെറിച്ചു വീണത്. അവർക്കാണ് പരിക്കേറ്റത്. ഏതായാലും മറ്റു കുട്ടികളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു കുട്ടി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കുട്ടിക്കാണ് അതീവ ഗുരുതരാവസ്ഥയുള്ളത്. ആ കുട്ടി ഏതായാലും തളിപ്പറമ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശരി ഫെലിക്സ്, സ്കൂള് വിട്ട് വന്ന ചിന്മയ വിദ്യാലയയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 15ഓളം കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ഫെലിക്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ല വാർത്തയല്ല ഈ ദിവസം ഈ സാധനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ